ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം നിലനിൽക്കുമ്പോഴും ആൾക്കാർ ഫുഡ് ഓർഡർ ചെയ്യുന്നതും അത് വേസ്റ്റ് ആക്കുന്നതും കുറയ്ക്കുന്നില്ല. ടേബിൾ നിറച്ച് ഭക്ഷണം കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ 2-3 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഈ ഒരു തോട്ട് ഇവിടുന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് വ്ളോഗേഴ്സ് കുറേ കഴിക്കുന്നുണ്ടല്ലോ. ഒരു 4 ബിരിയാണി കഴിക്കുന്നു, അല്ലെങ്കിൽ 5 ബർഗർ ഒരുമിച്ച് കഴിക്കുന്നു. ഞാൻ ഈ ഇവരെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ബർഗർ 6 ആൾക്കാർ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. 1-2 ബൈറ്റ് ചിലപ്പോൾ വ്ളോഗർ കഴിക്കുന്നു, ബാക്കിയുള്ള എല്ലാവരും ഷെയർ ചെയ്യുന്നു. ചിലപ്പം ഈ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ആരെയും വയറ് നിറയാത്ത അവസ്ഥയിലുണ്ടാവുക. ഇത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ ജോലിയാണ് ചെയ്യുന്നത്, പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരെ ജോലിയാണെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കഴിക്കുക. ആവേശത്തിന് കുറേ കഴിക്കണം എന്ന് തോന്നും. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുന്നത് ശീലാക്കണം. ഈ ഒരു വീഡിയോ നമ്മളെ ഏത് രൂപത്തിൽ സ്വാധീനിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇവർ ഒറ്റയിരിപ്പിന് കഴിക്കുകയാണ് എന്ന് തോന്നൽ വേണ്ട. 6-7 ആളുകൾ പോയിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ആളുണ്ടാവും, എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അതല്ലാതെ സുഹൃത്തുക്കളുണ്ടാവും. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഒന്ന് ഉണർത്തണം എന്നുണ്ട്. കാരണം യൂത്തിൻ്റെ ഇടയിൽ പലപ്പോഴും കുറേ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടി ഇങ്ങനെ വല്ലാതെ കാണുമ്പോൾ ഒരു സങ്കടം. കുറേ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അത് വേസ്റ്റ് ആക്കുന്നത് കോഴിക്കോടുള്ള ഒരു ഹോട്ടൽ ഉടമ അത് ഇഷ്ടപ്പെടുന്നില്ല. പലരും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സങ്കടം തോന്നും. സംഗതി നമുക്ക് ലാഭമാണ്, നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇത് ഇത്രയും പൈസ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഓരോ ദിവസവും ഇത്രയും വേസ്റ്റ് വരുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു പറഞ്ഞ ആൾക്കാരുണ്ട്.